അസ്സലാമലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്നപ്പോൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഒരു നെയിം സ്ലിപ്പ് ട്യൂട്ടോറിയലാണ്. നമ്മൾ 2 വർഷം മുമ്പ് ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ടൈമിൽ കുറച്ചും കൂടി സിമ്പിളായിട്ടും ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഈ ടൈമൊക്കെ കുറച്ചും കൂടി വെറൈറ്റീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്തേക്കുന്നത് ക്യാൻവ ആപ്പാണ്. നമ്മൾ പണ്ട് ചെയ്ത പോലെ തന്നെ ക്യാൻവ ആപ്പ് എടുക്കുന്നത്. നമ്മളിപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കളേഴ്സ് കൊടുക്കുന്നുണ്ട്. അന്ന് നമ്മൾ കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കളറിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്തിട്ട് നമ്മൾ 3 ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ A3 ഫോമിലാണ് A3 പേപ്പറിലാണ് ചെയ്യുന്നത്. അപ്പോൾ 3 ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. A4 ആയത് എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ താഴത്തേക്ക് 6 സൈഡിലേക്ക് 3 വെച്ചിട്ട് നമുക്ക് 18 നെയിം സ്ലിപ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ മൾട്ടി കളേഴ്സാണ് ആഡ് ചെയ്യുന്നത്. അതായത് കുട്ടികൾക്ക് കുറച്ചും കൂടിയും ഇപ്പോൾ എല്ലാവരും ആസ്തെറ്റിക്കിൻ്റെ പിന്നാലല്ലേ, ജനിച്ച് വീഴുന്ന കുട്ടികൾ പോലും ആസ്തെറ്റിക്കിലാണ് വീഴുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ പോലെ എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് ആവുന്നില്ല, കുറച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കാം. എത്രത്തോളം ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ മൾട്ടി കളേഴ്സാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ വെക്കുന്ന കളർ ഏതാണെന്ന് വെച്ചാൽ പിങ്ക്, ബ്ലൂ, പിന്നെ റെഡാണ്. കണ്ടോ, നല്ല ഭംഗിയിൽ കാണാൻ. പക്ഷേ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 3 കളേഴ്സ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് സീനില്ല കേട്ടോ. ഇനി ഞാൻ ഫസ്റ്റ് തന്നെ 3 ഡിസൈൻ കാണിച്ചു തരുന്നുണ്ട്. 3 ഡിസൈൻ കാണിച്ചു തന്നിട്ട് അത് 6 വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ 3 ഡിസൈനിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ആകാശത്തിൻ്റെ ഷേപ്പുള്ളതാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് ബോർഡർ അതിൻ്റെ കളർ വൈറ്റ് കൊടുക്കാനാണ്. വൈറ്റ് ആകുമ്പോഴല്ലേ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ കുറച്ചും കൂടി ഉതിപ്പ് വരിക. പിന്നെ ആസ്തെറ്റിക്കിൽ മെയിൻ കളറാണ് ലൈറ്റ് കളേഴ്സും വൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വൈറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സാധാരണ നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്ത പോലെ തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട്സും അതുപോലെ തന്നെ ഈ ലുക്കുകളും ചെറുതായിട്ട് മാറ്റിയെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നെയിം, സ്റ്റാൻഡേർഡ്, ഡിവിഷൻ, സ്കൂൾ അതൊക്കെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടിട്ട് മനസ്സിലാവാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ അന്ന് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് കാണണേ, സംശയമുള്ളവർ കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഒരു ഫോട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്തതാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള കുട്ടിയുടെ ഫോട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു നെയിം സ്ലിപ്പിൻ്റെ ഉള്ളിൽ തന്നെ വരാം. ആ ബോർഡർ ഒന്നും പുറത്തേക്ക് വരാത്ത രീതിക്ക് ചെയ്ത് കൊടുക്കണേ. ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ആസ്തെറ്റിക് ഫീൽ വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ നെയിം സ്ലിപ്പിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു ഫ്ലവർ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ നെയിം സ്ലിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ആസ്തെറ്റിക് ലുക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളാണ് കേട്ടോ പറയേണ്ടത്. സോ നമുക്ക് അടുത്ത ലുക്ക് കണ്ടാലോ. അപ്പോൾ സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി ആ ലുക്ക്. സത്യം പറഞ്ഞാൽ നെയിം സ്ലിപ്പിലല്ലാതെ എനിക്കിഷ്ടമായിട്ടുള്ളൊരു ലുക്ക് സെക്കൻഡ് ലുക്കാണ്. നെയിം സ്ലിപ്പ് ആകുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു ബോർഡറാണ് എടുത്തിട്ടുള്ളത്. ഈ ബോർഡർ എടുത്തിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് സൈസ് സെറ്റാക്കി കൊടുക്കണം. ശേഷം നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആക്കി എടുക്കുമ്പോൾ ആ ചെറിയൊരു ബ്ലൂയിഷ് കളർ കാണുമ്പോൾ നല്ല ലുക്കില്ലേ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അത്. അപ്പോൾ അത് ആ വൈറ്റിഷ് കളർ കൊടുത്തിട്ട് സെയിം നമ്മൾ പിന്നെ രണ്ടാമത് നെയിമും സ്റ്റാൻഡേർഡ് ഡിവിഷനൊന്നും അടിക്കാൻ നിൽക്കണ്ട. അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഫോണ്ട് ചേഞ്ച് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഒരു രസത്തിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കുട്ടിയുടെ ഒരു ഇമേജ്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയുടെ ഒരു ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഹൊറിസോണ്ടലിലേക്ക് മാറ്റേണ്ട ഒരു ലുക്കാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സൈഡിലേക്ക് നോക്കുന്ന ഒരു ഫോട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു രീതിക്ക് ആക്കുന്ന മോഡലൊക്കെ ക്യാൻവയിൽ അവൈലബിൾ ആണ് കേട്ടോ. ക്യാൻവയിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ എഡിറ്റിങ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്പാണ് ക്യാൻവ എന്ന് പറയുന്നത്. സോ നമ്മുടെ സെക്കൻഡ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് തേർഡ് ലുക്കാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലുക്ക് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. തേർഡ് ലുക്കിന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. വൈറ്റ് കൊടുത്തിട്ട് അതേപോലെ തന്നെ നെയിമും കാര്യങ്ങളൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആ വീഡിയോയും പഴയ വീഡിയോയും ഈ വീഡിയോയും കണ്ടിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എന്നെക്കൊണ്ട് കമൻറ്റിൽ പറഞ്ഞുതരാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മളിത് 3 ലുക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മളിത് അടിക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് പോകാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 18 മോഡൽ ചെയ്യാം. അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് 18 6 ഓരോ മോഡലായിട്ടാണ് പ്രിൻ്റ് എടുക്കുന്നത് കേട്ടോ. സോ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.